കഴിഞ്ഞ വർഷം തീപിടുത്തമുണ്ടായ കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിലെ കെട്ടിടം പൊളിച്ച് നീക്കേണ്ടതില്ലെന്ന് വിദഗ്ധ സംഘം. അറ്റകുറ്റപ്പണികൾ അടിയന്തരമായി നടത്തണമെന്നും NIT വിദഗ്ധർ നിർദ്ദേശം നൽകി. അനധികൃത കയ്യേറ്റങ്ങളാണ് നഗരത്തിലെ കെട്ടിടങ്ങളുടെ ബലക്ഷയത്തിന് കാരണമെന്ന് NIT സംഘം വിലയിരുത്തി. പുതിയ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിൽ തീപിടുത്തം ഉണ്ടായി ഒരു വർഷം പിന്നിടുന്ന ഘട്ടത്തിലാണ് NIT വിദഗ്ധ സംഘം പരിശോധന നടത്തിയത്. ഒരു വർഷമായി ഇവിടെ അറ്റകുറ്റപ്പണി നടത്തിയിട്ടില്ല. കൂടാതെ വെള്ളം കെട്ടി നിൽക്കുന്നതിനാൽ ബലക്ഷയം കൂടിയിട്ടുമുണ്ട്. എന്നാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മതിയായ അറ്റകുറ്റപ്പണി നടത്തിയാൽ കെട്ടിടം തുടർന്നും ഉപയോഗിക്കാമെന്നും NIT സംഘം വിലയിരുത്തി. വലിയങ്ങാടിയിൽ 4 പേരുടെ മരണത്തിന് ഇടയാക്കിയ കെട്ടിടമടക്കം നഗരത്തിലെ 20 കെട്ടിടങ്ങളിലാണ് വിദഗ്ധ സംഘം പരിശോധന നടത്തിയത്. ഇതിൽ ഏതാനും കെട്ടിടങ്ങൾക്ക് ബലക്ഷയമുണ്ടെന്നും അവ പൊളിച്ചു നീക്കണമെന്നും സംഘം നിർദ്ദേശിച്ചു. 20 ബിൽഡിംഗ്സിൽ ചില ബിൽഡിംഗ്സ് ക്രിട്ടിക്കലാണ്, അത് പൊളിക്കാൻ തന്നെയാണ് നമ്മളെ റെക്കമെൻഡേഷൻ. അപ്പം അത് സ്പെസിഫിക് ആയിട്ട് നമ്മൾ ബിൽഡിങ്സിൻ്റെ റിപ്പോർട്ടിൽ നമ്മൾ മെൻഷൻ ചെയ്യും. പല ബിൽഡിങ്സിലും നമ്മൾ നോട്ട് ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ ഈ സൺഷെയ്ഡ് അങ്ങനത്തെ പുറമേന്ന് ഇങ്ങനെ എക്സ്ട്രൂഡറായിട്ട് നിൽക്കുന്ന ചില എലമെൻറ്റ്സ് ആണ് ഭയങ്കരമായിട്ട് ഭീഷണി വരുന്നത്. ഇപ്പം കേരളത്തിൻ്റെ ഒരു ക്ലൈമറ്റ് വെച്ച് ഇപ്പം നിരന്തരം മഴ പെയ്യുന്ന ഒരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഷോ വാൾ എക്സ്റ്റീരിയർ സൺഷെയ്ഡ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് അധികം ക്രാക്ക് വന്ന് പൊളിയുന്നത്. മറ്റുള്ള കെട്ടിടങ്ങളിൽ മഴ കനക്കും മുമ്പ് മതിയായ അറ്റകുറ്റപ്പണി നടത്താനും വിദഗ്ധ സംഘം നിർദ്ദേശം നൽകി. മീഡിയ 1 കോഴിക്കോട്.